സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് റേസ് 3D ആണ്. നമ്മളിന്ന് പോലീസിനൊക്കെ അടിച്ചിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആ പൈസയ്ക്ക് നമുക്ക് ബൈക്കൊന്നും വാങ്ങാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മുടെ മറ്റേ സ്പ്ലെൻഡറിന് മറ്റേ പെയിൻ്റ് അടിക്കാൻ പറ്റും. പെയിൻ്റ് അടിക്കാൻ ഗൈസ്, പിന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വണ്ടി കയറാം ഗൈസ്. നമുക്ക് വണ്ടി ബാക്ക് എടുത്തുകൊണ്ട് പോവാം. നമുക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജോലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നതാണ്. പൈസ ഇത്തിരി കൂടുതൽ കിട്ടും, അതിന് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ഹെൽമെറ്റ് വയ്ക്കും. ഇവിടെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് നേരെ മറ്റേ ഷോറൂമിൽ വർക്ക്ഷോപ്പ് അവിടേക്ക് വിടാം. ഷോറൂമിലേക്ക് വിടാം. കളർ അടിക്കാം നമ്മുടെ ഈ വണ്ടിക്ക്. എന്തടിക്കും നമുക്ക് അവിടെ ചെന്ന് നോക്കിയിട്ട് പറയാം ഗൈസ്. അവിടേക്ക് പോവാം ഗൈസ്. ഞാൻ ബൈക്ക് വാങ്ങണമെങ്കിൽ എനിക്ക് കവാസാക്കി നിഞ്ച H2R ആണ് വേണ്ടത്. അത് അടിപൊളി ബൈക്ക് ഗൈസ്, നല്ല സ്പീഡും ഉണ്ട്. ഇഷ്ടമാണ് ബൈക്ക്. റിയൽ ലൈഫിൽ എനിക്കത് പോലത്തെ വാങ്ങാം, ആ കവാസാക്കി നിഞ്ച H2R. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയ ഗൈസ്. നമുക്കിനി ആളെ വിളിക്കണം ഗൈസ്. അവിടെ ചെന്ന് നിർത്താം. അവിടെ വണ്ടികളൊക്കെ ഉണ്ടാവുക അറിയില്ല. വണ്ടികളൊന്നും ഇല്ലേ. ഇവിടുത്തെ ആളെന്തേ? ചേട്ടനില്ലല്ലോ കേസ്. ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ എവിടെ വരുന്നു കേസ്? ഹലോ ചേട്ടാ, എന്താ പ്രശ്നം? ഈ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യുന്നത്. ഇയാളെന്താ ഇടിക്കണത്? ഇയാളെന്താ ഇടിക്കണത്? നമുക്ക് ഓടി മോളിക്കാറാം. അത് നമ്മളൊന്നൊരൊറ്റ ഇടിക്കുന്നു കേസ്. അവിടെ നിൽക്കട. വണ്ടി പോയിട്ടിട്ട് അഭ്യാസം കാണിക്കണോ? നിൽക്കടാ അമ്മേ. അയ്യോ, ഇയാള് നമ്മൾ ഇടിക്കണു ഗൈസ്. ആളെ നമ്മ അവിടെ വെച്ച് ഇടിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അടിച്ചിടുന്നത് എൻ്റെ ഹെൽത്ത് നോക്കിയാൽ ഇത് മുമ്പായിട്ട് റെഡായിരുന്നു. പിന്നെ പഠിക്കാൻ വന്നപ്പോൾ പിന്നെ ആളെനിക്ക് ഇത് അടിച്ചെന്നില്ല ഗൈസ്. ആള് നേരെ വന്ന് അടിക്കുന്നു നമ്മളെ. ആളെ അടിച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് പോയി. നമ്മുടെ വണ്ടിക്ക് കളർ അടിക്കാന്ന് വിചാരിച്ചത് അതും പറ്റണില്ല. എന്ത് ചെയ്യും? കുഴപ്പമില്ല, നേരെ നമുക്ക് വീട്ടിലേക്ക് ഇടാം. നമുക്ക് ജോബ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്ക് എന്തായാലും ഇപ്പൊ അവിടെ വേറെ ആള് വെക്കും. എന്തായാലും ആള് മരിച്ചാൽ വേറെ ആളെ വെക്കും. അത് കാരണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ജോബ് കിട്ടണം. ഇടിച്ചേനെ ആളെ. പിന്നെ എൻ്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചു. കുഴപ്പമില്ല. ഇത്ര നേരം ഹെൽമെറ്റ് വയ്ക്കാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വണ്ടി കയറ്റി വെച്ച് നമുക്കൊന്ന് പോയി ഇറങ്ങാം. നല്ല ക്ഷീണമുണ്ട്. ആളുടെ വീട്ടിൽ കൊണ്ടിട്ട് ആളെന്തായാലും ചത്തുണ്ടാവും. അമ്മാതിരി അടിയല്ല നമ്മ അടിച്ചത്. കുഴപ്പമില്ല. ആദ്യം പോയി ഒന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. ചായ കുടിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മ ചായയും കുടിച്ച് ഗൈസ്. കപ്പ അവിടെ വെച്ച് ഉപ്പൊക്കെ കഴുകാനൊന്നും വയ്യ ഗൈസ്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വന്നു. ഓക്കെ, നമുക്കിനി പോയി കിടന്നുറങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും. നമുക്ക് ഇവിടെ നിന്നൊരു വണ്ടി തരുമോ? ആ വണ്ടിയിൽ പോയിട്ടാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഉറങ്ങാം. ഗൈസ്, നമ്മൾ ഉറങ്ങി ഗൈസ്. ഉറങ്ങി എനിക്ക് പഠിക്കാൻ വന്നാൽ മതി. ഓക്കെ, അത് വിളിച്ചിട്ട് എവിടെയാ വണ്ടി എത്തിയെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയേ. ഗൈസ്, വണ്ടി നമ്മുടെ ബാക്കിൽ ഗാരേജിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഗാരേജിൻ്റെ അവിടേക്ക് പോവാം. ഓക്കെ, ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ചെയ്യാനും മറക്കല്ലേ.
യെസ്, നമുക്ക് അവിടേക്ക് പോവാം. നമുക്ക് ഓടാൻ കേസ്. ഇത് ഇപ്പഴെങ്ങും എത്തൂല. വണ്ടി നോക്കട്ടെ, വണ്ടി ഏതായിരിക്കും നോക്കാം. ഇതേതാ വണ്ടി? ഇത് അയ്യോ, എൻ്റെ പേര് മറന്നു പോയി. ഞാൻ കറണ്ട് എന്തായാലും ഇലക്ട്രിക്കാണ് വണ്ടിയുടെ പേര്. ഞാൻ മറന്നുപോയില്ലോ. കുഴപ്പമില്ല. വണ്ടി ബാക്ക് എടുക്കാൻ കേസ്. ഓക്കെ, വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാം കേസ്. അതെ, അത് കണ്ട എയർപോർട്ടിൻ്റെ അവിടുത്തെ വണ്ടികളാണ് നമുക്ക് ഓടിക്കാനുള്ളത്. എനിക്ക് ബസ്സൊക്കെ ഉണ്ടൊക്കെ, അടിപൊളി കാറുകളൊക്കെ ഉണ്ടാവും. അല്ല, ബസ്സൊക്കെ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, വേറെ ആളുടെ വണ്ടിയാണ് കേസ്. ഇതെങ്ങാനും എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ തീർന്നു. അതിൻ്റെ പൈസ കൊടുക്കണം. ഇനി ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ അതിനും പൈസ കൊടുക്കണം. പക്ഷെ ഇടിച്ചിട്ട് ഒരേലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരും കേസ്. വേറെ വണ്ടി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ശരിയാക്കി തരണം. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ കയറിയിട്ടുണ്ട് കേസ്. എയ്റോപ്ലെയിനൊക്കെ ഉണ്ടാവും ടെസ്റ്റ് ഡ്രൈവ്. ഇല്ല, നമുക്ക് പോവാം ഗൈസ്. നേരത്തെ ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കാണുന്നില്ല. അതെ അതെ അതെ, ഇതാണ് ഗൈസ് വണ്ടി. അപ്പൊ ഈ വണ്ടിയാണ് നമുക്ക് ഓടിക്കാനുള്ളത്. അടിപൊളി കാറാ. അവിടെ ലംബോർഗിനി ഉണ്ട്. ലംബോർഗിനിയുടെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ അവിടെ നിഞ്ച H2R ബൈക്ക്. ബസ്, നമുക്ക് ആദ്യം ബസ് ഓടിക്കണ്ട. പിന്നെ ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാറ് ഈ കളർ മാറ്റണമെന്ന്. ഇതിന് റെയിൻബോ, മറ്റേ ഓറഞ്ച് കാറിന് റെയിൻബോ, ഞാൻ നിഞ്ച H2Rന് ബ്ലാക്ക് കൊടുക്കാൻ. അപ്പോൾ 4 ഇത്, പിന്നെ ഒരു ബൈക്ക്. പിന്നെ 3ാമത്തെ കാറ് മറ്റേ കാറാണ്. പേര് എനിക്കറിയില്ല. അതിനെന്തോ പച്ച, ലൈറ്റ് പച്ച അങ്ങനെ കൊടുക്കാനാ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഈ വണ്ടി പോയി ഓടിച്ചിട്ട് വരാം ഗൈസ്. ടെസ്റ്റ് ഡ്രൈവ് ഇറക്കിക്കോ. ബസ് ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്, രസമുണ്ട്. കയറ്റിറങ്ങുമ്പൊന്നും കാണില്ല. മുമ്പിലെല്ലാവരും ഉണ്ടെങ്കിൽ ഇടിക്കുന്നു. ഇതിൻ്റെ സ്പീഡ് 100 തോന്നുന്നു. നോക്കട്ടെ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് വണ്ടി ഒന്ന് സ്പീഡിൽ പോട്ടെ. നോക്കണ്ട, 100 ഗൈസ്. 100 മുകളിൽ പോകുന്നില്ലേ? മാക്സിമം സ്പീഡ് ഇതാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പോവാം. ഇവിടെ ചെന്നിട്ട് വേണം. അവിടെ ഈ മറ്റേ ഷോറൂമിൽ ചെന്നാലേ നമുക്ക് എന്തോ മൊബൈലിൽ ഇത് വരും, നമുക്ക് കളർ മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ അവിടെ നിന്നാലും നമുക്ക് ഫ്രീ ആയി കളർ മാറ്റാം. ഷോറൂമിൻ്റെ അവിടെ ചെന്നാൽ പറ്റും. എനിക്ക് അത് കിട്ടും. എനിക്ക് സാധനം അവിടെ ഇടിക്കണമാരൊക്കെയാണോ വെച്ചേക്കണേ എനിക്കറിയില്ല. നമ്മളോട് അതിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് നമ്മളോട് തന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാം. ഒക്കെ ഇറങ്ങിക്കോ, നമുക്ക് ചെയ്യാം ഗൈസ്. എടുത്തോളൂ, അതിൻ്റെ അടുത്തേക്ക് ചെന്നോളൂ. റെയിൻബോ എടുക്കാം. എൻ്റെ മോനെ, ബസ് എന്താ ഇങ്ങനെ? എടാ, ബസ് എന്താ ഇങ്ങനെ? അടിപൊളിയുണ്ട്. പക്ഷെ ഉള്ളിലെങ്ങനെ ഉണ്ടാവുമോ? ഉള്ളിൽ പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും കാണില്ല. ഞാൻ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഉള്ളിൽ പ്രത്യേകിച്ച് ലൈറ്റ് ഇല്ല. പുറത്ത് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് കാണുമ്പോൾ അടിപൊളിയാ. അടിപൊളി സാധനം. നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ഉള്ളിൽ സൈഡ് ലൈറ്റ്, ഈ സൈഡ് ലൈറ്റിൽ ലൈറ്റ് ഉണ്ട്, പിന്നെ ഒന്നുമില്ല. നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഇതായിരുന്നു അപ്പുറത്ത് എടുക്കണ്ടായിരുന്നു. ആ വണ്ടിയാണ് നമുക്ക് അടുത്തത് ഓടിക്കേണ്ടത്. അവിടേക്ക് ചെല്ലാം ഗൈസ്. ഓക്കെ, വീട് ബ്രോ. 100 പക്ഷെ കാണുമ്പോ ഇത്
100ന് താഴെ പോണ പോലെയൊക്കെ എനിക്ക് ഇത്ര സ്പീഡുള്ള 100ആയിട്ട് അറിയില്ല. നമുക്ക് വളയ്ക്കാം. എന്തായാലും എയർപോർട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറ്റാം. എന്താ നീ നിർത്തി അവിടെ? വണ്ടി എടുക്കും. തൊട്ടാണ്ടും മുട്ടാണ്ടും പോകണം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കിടന്നിരിക്കുകയാണ്. നമുക്ക് പുറപ്പിച്ചു വിടണം. ഇവിടെ അടിക്ക് കുറേ പോകാണ്ടിരിക്കും. ഓക്കെ ഗൈസ്, നമ്മിതാ കുറേ പോയിക്കൊണ്ടിരിക്കുന്നു. ചോപ്പക്കാരുണ്ട് അവിടെ. കണ്ടു ഗൈസ്. അടുത്തത് ബൈക്ക്. അതേതോ ബൈക്ക്? മറ്റേ കാറാൾ കൊണ്ടുപോയ. മറ്റേ കാറാൾ കൊണ്ടുപോയി. മറ്റേ വൈറ്റ് ഞാൻ വന്നില്ലേ അവിടെ നിന്ന് ഇലക്ട്രിക് കാറിൽ ആളത് കൊണ്ടുപോയി തോന്നുന്നു. പൈസൊക്കെ നമുക്കിത് ഇവിടെ ഇടാം. നമുക്കത് അതിൻ്റെ അടുത്തേക്ക് ഇടാം ഗൈസ്. ഓക്കെ, കറക്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ഇറങ്ങിയിട്ട് ബൈക്കാണ് ഗൈസ് അടുത്തത്. ഇതേത് ബൈക്ക്? എനിക്കറിയില്ല ഗൈസ്, ഇതേത് ബൈക്ക്? കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല രസമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ. എൻ്റെ മോനെ ബാക്ക് ടയറൊക്കെ നൈസ്. ഹെൽമെറ്റ് വയ്ക്കാം ഗൈസ്. ഇനി നമുക്കല്ല പറ്റിയ വല്ല വണ്ടിക്ക് പറ്റിയ വരില്ല ഗൈസ്. പക്ഷെ ഇവർക്ക് ഇത് കൊടുത്തിട്ടില്ല, നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വരില്ലെന്ന് തോന്നണേ. അറിയില്ല. ഗൈസ്, നമുക്കങ്ങനെ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടാക്കാം. ഓടിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഭയങ്കര രസമുണ്ട്. ഇവിടെ നിന്ന് നേരെ പറപ്പിച്ചും കൂടെ.